പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് ഒന്നുമല്ല, ഞാൻ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ജൂൺ മാസം 18-ാം തീയതി എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ചെറിയ സന്തോഷമില്ല, ഇതെല്ലാം ഒരിക്കലും ഇനി തിരിച്ച് കിട്ടത്തില്ല നമുക്ക്. ഇതുപോലത്തെ ചിലപ്പോൾ മൊമെൻറ്റുകൾ ഇനി കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ഒരു കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മോൻ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ അവൾക്കതൊരു സന്തോഷം കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ വേറെ സത്യം പറഞ്ഞാലൊരു സന്തോഷം. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞതാ അവൾക്ക് ഇവിടുത്തെ ഹിപ്റ്റൊക്കെ തുറന്ന് കാണിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മോൾക്ക് വേണ്ടിയിട്ടും അവളുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്കൊക്കെ തരിക. അപ്പോൾ നമ്മളിവിടെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടൊന്നും അല്ല ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. രാത്രി 12 മണിക്കൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്ന വഴിക്ക് അങ്ങ് എടുത്തു എന്നുള്ളത്, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങളും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ തരാം, പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ചെറിയൊരു സദ്യ ഞാൻ തയ്യാറാക്കി. ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിലൊരു സദ്യ തയ്യാറാക്കി. അപ്പം നമ്മളെ മക്കൾക്കെന്ന് പറയാൻ എന്ത് ചെയ്താലും നമുക്ക് മതി വരത്തില്ല. കാരണം അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കാൻ പറ്റും അത്രത്തോളം സന്തോഷിപ്പിക്കണമെന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊരു സദ്യ തയ്യാറാക്കി. എന്നാൽ പായസം ഒന്നും വെച്ചില്ല കേട്ടോ, മധുരം വേണ്ട എന്നുള്ള രീതിയിൽ പായസം ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഒക്കെ കറി വെച്ചു. ഒരു ബീഫ് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ ആഘോഷമെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് എടുത്തു വെച്ച് അതുപോലെ അങ്ങ് വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ മോള് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അമ്മയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ ആദ്യത്തെ പിറന്നാളാണ്. അത് ആഘോഷിച്ചതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം പുതിയ ഒരു മോനെയും കൂടെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് 4 മക്കളായി. അപ്പോൾ അതിൻ്റെ എല്ലാം ത്രില്ലിലാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും മോളും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. മോന് ജോലിക്ക് പോയിട്ടുണ്ട്. ഇത് രാത്രിയിൽ മോളുടെ വീട്ടിൽ അവരുടെ മോൻ്റെ പപ്പയും അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മോളറിയാതെ ഒരുക്കിയതാണ് കേട്ടോ ബർത്ത്ഡേക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓർക്കാപ്പുറത്തുള്ളതായിരുന്നു അവരുടെ വരവ്. അപ്പോൾ അവൾ ആകെ ഇതായി നിൽക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. സന്തോഷം വന്നിട്ട് മോൻ്റെ അച്ഛനും അനിയനും, മോനമ്മയില്ല. അപ്പോൾ മോൻ്റെ അനിയനായതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ അതും ഒരു സന്തോഷം കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വീണ്ടും ഒരു കേക്ക് മോൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇതാണ് മോൻ്റെ അച്ഛൻ കേട്ടോ. 2 കുടുംബങ്ങളും ഒരുമിച്ചുള്ള സന്തോഷ നിമിഷം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മിച്ചമെന്ന് പറയാൻ. അല്ലാതെ നമ്മുടെ സമ്പത്തോ സ്വത്തോ പണമോ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ എന്നും നിലനിൽക്കുന്ന, പണം ഇന്ന് വരും നാളെ പോവും. മനുഷ്യൻ്റെ സ്നേഹവും സഹകരണമാണ് ഏറ്റവും വലുത്. അപ്പോൾ അവന് മോൻ കൊണ്ട് കൊടുത്ത ഹിറ്റൊക്കെ അവളിങ്ങനെ ഓരോന്നായിട്ട് മേടിച്ചിട്ട് അവൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് സന്തോഷത്തിലാണ് പുള്ളിക്കാരി. അപ്പോൾ അതെല്ലാം തുറന്ന് നോക്കുവാണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾ ആസ്വദിക്കുക. നല്ലതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളതൊന്ന് ആസ്വദിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അവസാനം വരെ നമ്മുടെ മനസ്സിൽ മറക്കാതെ കിടക്കുന്ന ഓർമ്മകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊന്നും എല്ലാവരും, എല്ലാ മാതാപിതാക്കളും അങ്ങനെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. അപ്പോൾ ആ വീഡിയോ എടുത്തു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അത് തന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം ഒരുക്കി തന്നതിന്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് പിരിഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.